ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിന്യോ പി എസ് സി. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരുന്നത് രസതന്ത്രം ആയിരുന്നു. ഇന്ന് അതിൽ തന്നെ തന്മാത്രകളും സംയുക്തങ്ങളുമാണ് അടുത്ത ടോപ്പിക്. തന്മാത്രകളും സംയുക്തങ്ങളും. അപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ്റെ ഡേറ്റ് 27 ആണ്. അപ്പം നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ, മോളിക്യൂൾസ്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ, മോളിക്യൂൾസ്. പ്രകൃതിയിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. പ്രകൃതിയിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏക അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏക അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. ഉദാഹരണം ഹീലിയം, ആർഗൺ. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏക അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. ഉദാഹരണം ഹീലിയം, ആർഗൺ. രണ്ട് ആറ്റങ്ങളുടെ മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക, ഡയാറ്റോമിക് മോളിക്യൂൾസ് തന്മാത്രകൾ. ഉദാഹരണം ഓക്സിജൻ, ഹൈഡ്രജൻ. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രങ്ങളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ, ഡയാറ്റോമിക് മോളിക്യൂൾസ്. എക്സാമ്പിൾ ഓക്സിജൻ, ഹൈഡ്രജൻ. നമുക്ക് O2, H2. രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു അറ്റോമിക തന്മാത്രകൾ, പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നു. ഉദാഹരണം ഫോസ്ഫറസ്, സൾഫർ. രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രങ്ങളെ ബഹു അറ്റോമിക തന്മാത്രകൾ, പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നു. ഉദാഹരണം ഫോസ്ഫറസ്, സൾഫർ. അതായത് P4S6. ഒരു സംയുക്തമാണ് കറിയുപ്പ്. ഒരു സംയുക്തമാണ് കറിയുപ്പ്. രാസപ്രവർത്തനത്തിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ, കോമ്പൗണ്ട്. രാസപ്രവർത്തനത്തിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ, കോമ്പൗണ്ട്. ചില സംയുക്തങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളും. സംയുക്തം, മൂലകം. കാർബൺ ഡയോക്സൈഡ് എന്ന സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം കാർബൺ, ഓക്സിജൻ. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറിൻ. ജലം, ഹൈഡ്രജൻ ഓക്സിജൻ. പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ ഓക്സിജൻ. മെർക്കുറിക് ഓക്സൈഡ്, മെർക്കുറി ഓക്സിജൻ. അമോണിയ, നൈട്രജൻ, ഹൈഡ്രജൻ. ഒന്നുകൂടെ പറയാം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഓക്സിജൻ. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറിൻ. ജലം, ഹൈഡ്രജൻ ഓക്സിജൻ. പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ ഓക്സിജൻ. മെർക്കുറിക് ഓക്സൈഡ്, മെർക്കുറി ഓക്സിജൻ. അമോണിയ, നൈട്രജൻ, ഹൈഡ്രജൻ. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കക്ക ഇവയിലെ പൊതുഘടകം ഏത്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കക്ക ഇവയിലെ പൊതുഘടകം ഏത്? കാൽസ്യം കാർബണേറ്റ്. ഒന്നുകൂടെ പറയാം. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കക്ക ഇവയിലെ പൊതുഘടകം ഏത്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കക്ക എന്നിവ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യത്തിൻ്റെ സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കക്ക എന്നിവ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യത്തിൻ്റെ സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ടൂത്ത് പേസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം കാർബണേറ്റ് ആണ്. ടൂത്ത് പേസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം കാർബണേറ്റ് ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. മൂത്രത്തിലുള്ള കല്ലിൻ്റെ രാസനാമം കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. മൂത്രത്തിലുള്ള കല്ലിൻ്റെ രാസനാമം കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. നീറ്റുകക്കയുടെ രാസനാമമാണ് കാൽസ്യം ഓക്സൈഡ്, ക്വിക്ക് ലൈം. നീറ്റുകക്കയുടെ രാസനാമമാണ് കാൽസ്യം ഓക്സൈഡ്, ക്വിക്ക് ലൈം. നീറ്റുകക്കയിൽ ജലം ചേർത്താൽ ലഭിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം, സ്ലേക്കറ്റ് ലൈം. നീറ്റുകക്കയിൽ ജലം ചേർത്താൽ ലഭിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം, സ്ലേക്കറ്റ് ലൈം. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഒന്നുകൂടെ പറയാം. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്.
മിക്ക വാതകങ്ങളും ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം കാൽസ്യം ഓക്സൈഡാണ്. മിക്ക വാതകങ്ങളും ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം കാൽസ്യം ഓക്സൈഡാണ്. കുമ്മിൾ നാശിനിയായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഏത്? കോപ്പർ സൾഫേറ്റ്. കുമ്മിൾ നാശിനിയായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഏത്? കോപ്പർ സൾഫേറ്റ്. ബോഡോ മിശ്രിതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് തുരിശ്. ബോഡോ മിശ്രിതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് തുരിശ്. തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലയാണ്. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലയാണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റിൻ്റെ നിറം പച്ചയാണ്. ഫെറസ് സൾഫേറ്റിൻ്റെ നിറം പച്ചയാണ്. സംയുക്തം രാസനാമം നോക്കാം. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ്, വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്, ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ്. ഒന്നുകൂടെ പറയാം. ബ്ലൂ വിട്രിയോൾ രാസനാമം കോപ്പർ സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ്, വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്, ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ്. കടൽ ജലത്തിൽ നിന്ന് വേർതിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. കടൽ ജലത്തിൽ നിന്ന് വേർതിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്, NaCl2. കറിയുപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. അലക്കുകാരം വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്, NaCO3. അലക്കുകാരം വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്, NaCO3. അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. അഗ്നിശമന സേന തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അഗ്നിശമന സേന തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസ്ഫേറ്റ് ആണ്. ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസ്ഫേറ്റ് ആണ്. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്, ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്, കോസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഒന്നുകൂടെ പറയാം. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്, ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്, കോസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ. അമോണിയയുടെ രാസസൂത്രമാണ് NH3. അമോണിയയുടെ രാസസൂത്രമാണ് NH3. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയ വഴിയാണ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയ വഴിയാണ്. നൈട്രജനും ഹൈഡ്രജനും 1:3 അനുപാതത്തിൽ സംയോജിച്ചാണ് ഈ പ്രക്രിയയിൽ അമോണിയ നിർമ്മിക്കുന്നത്. നൈട്രജനും ഹൈഡ്രജനും 1:3 അനുപാതത്തിൽ സംയോജിച്ചാണ് ഈ പ്രക്രിയയിൽ അമോണിയ നിർമ്മിക്കുന്നത്. അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നു. അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നു. അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നു. അമോണിയം ക്ലോറൈഡ് നവസാരം എന്നറിയപ്പെടുന്നു. അമോണിയം ക്ലോറൈഡ് നവസാരം എന്നറിയപ്പെടുന്നു. കൃത്രിമ മഴ പെയ്യാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. കൃത്രിമ മഴ പെയ്യാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകമാണ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകമാണ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫൈഡ്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് സിൽവർ നൈട്രേറ്റ്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് സിൽവർ നൈട്രേറ്റ്. തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് പൊട്ടാസ്യം ക്ലോറേറ്റ്. തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് പൊട്ടാസ്യം ക്ലോറൈറ്റ്. ഒന്നുകൂടെ പറയാം. തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് പൊട്ടാസ്യം ക്ലോറൈറ്റ്.
ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. കളിമണ്ണിൻ്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. കളിമണ്ണിൻ്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. അപ്പം ഈ ടോപ്പിക് ഇത്ര ചെറുതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.